primary auxiliary verbsനെ be verb, have verb, do verb എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. be verbൽ am, is, are, was, were എന്നിവ ഉൾക്കൊണ്ടിരിക്കുന്നു. am, is, are എന്ന് വെച്ചാൽ ആകുന്നു എന്നും was, were എന്ന് വെച്ചാൽ ആയിരുന്നു എന്നാണ് പറയുന്നത്. be verbൽ present tense കാര്യങ്ങൾ പറയുവാൻ am, is, are ഉം past tense ഉള്ള കാര്യങ്ങൾ പറയുവാൻ was ഉം were ആണ് ഉപയോഗിക്കുന്നത്. I വന്നാൽ am ഉം he, she, it വന്നാൽ is ഉം we, you, they വന്നാൽ are ഉം he, she, it വന്നാൽ was ഉം we, you, they വന്നാൽ were ഉമാണ് ഉപയോഗിക്കുന്നത്. I am a student. ഞാൻ ഒരു വിദ്യാർത്ഥി ആകുന്നു. I was a student. ഞാൻ ഒരു വിദ്യാർത്ഥി ആയിരുന്നു. They are boys. അവർ ആൺകുട്ടികൾ ആണ്. It was morning. അത് രാവിലെ ആയിരുന്നു. We are going to school. ഞങ്ങൾ സ്കൂളിൽ പോകുന്നു. He is a teacher. അദ്ദേഹം ഒരു അധ്യാപകനാണ്. You are a boy. നീ ഒരു ആൺകുട്ടിയാണ്. You were a boy. നീ ഒരു ആൺകുട്ടിയായിരുന്നു. Have verbൽ have, has, had എന്നിവ അടങ്ങിയിരിക്കുന്നു. പ്രസന്റ് ടെൻസിലുള്ള കാര്യങ്ങൾ പറയുവാൻ have, has ഉം past ടെൻസിലുള്ള കാര്യങ്ങൾ പറയുവാൻ had ഉമാണ് ഉപയോഗിക്കുന്നത്. have, has എന്നത് ഉണ്ടെന്നും അർത്ഥം. had എന്നത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. I, we, you, they വരികയാണെങ്കിൽ have ഉം he, she, it വരികയാണെങ്കിൽ has ഉം I, we, you, they, he, she, it ആണെങ്കിൽ had ആണ് ഉപയോഗിക്കുന്നത്. I have a cat. എനിക്ക് ഒരു പൂച്ച ഉണ്ട്. I had a cat. എനിക്ക് ഒരു പൂച്ച ഉണ്ടായിരുന്നു. We had a bike. നിങ്ങൾക്ക് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. We have a bike. നിങ്ങൾക്കൊരു ബൈക്കുണ്ട്. I have fever. എനിക്ക് പനിയാണ്. He has a book. അദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്. Do verbൽ do, does, did എന്നിവ അടങ്ങിയിരിക്കുന്നു. Do verbൽ present tense കാര്യങ്ങൾ പറയുവാൻ do'ും doesഉം past tense കാര്യങ്ങൾ പറയുവാൻ did'ുമാണ് ഉപയോഗിക്കുന്നത്. I, we, you, they വന്നാൽ do'ും he, she, it വന്നാൽ doesഉം past tense കാര്യങ്ങൾ വരുമ്പോൾ I, we, you, they, he, she, it വന്നാൽ did'ുമാണ് ഉപയോഗിക്കുന്നത്. I do my work. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. I did my work. ഞാൻ എൻ്റെ ജോലി ചെയ്തു. He does write. അവൻ എഴുതുന്നു.